എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രധാന ഒരു വിഷയം പറയാൻ ഞാൻ വീഡിയോ തയ്യാറെടുക്കുകയാണ്. ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് വയറ് കുറയ്ക്കാൻ ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് അടിവയറ്റിൽ കൊഴുപ്പ് നിറഞ്ഞ് വയറ് കൂടി ഇങ്ങനെ വരുന്ന ഒരു പ്രവണത. വയറ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു പാനീയം തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാനീയമാണ്. അതിന് വേണ്ടതെന്ന് പറയുമ്പോൾ 6 നാരങ്ങ, ചെറുനാരങ്ങ വേണം. പിന്നെ തേൻ വേണം. നല്ല തേൻ കിട്ടുമെങ്കിൽ നല്ല തേൻ വേണം. അതുപോലെ തന്നെ തുളസി, കർപ്പൂര തുളസി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കർപ്പൂര തുളസി ഇത്. അതുപോലെ തന്നെ വീട്ടിൽ ഫ്രിഡ്ജുള്ള വീടാണെങ്കിൽ ഐസ് ക്യൂബും. അങ്ങനെ ഒരു പാനീയം തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വയറ് കുറയ്ക്കാനായിട്ട്, നമ്മൾ അടിവയറ്റിലെ കൊഴുപ്പ് മാറാനായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 6 നാരങ്ങ എടുത്ത ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ചെന്ന് പറയുമ്പം വളരെ കുറച്ച്, ഒരു അര ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം എടുക്കുക. അതിനുശേഷം ഈ 6 നാരങ്ങ അതിനകത്ത് കട്ട് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ കർപ്പൂര തുളസിയില കുറച്ച് കൂടുതലായിട്ട്, കുറച്ച് പിടി കൂടുതലായിട്ട് അതിനകത്തിടുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കർപ്പൂര തുളസിയില, അതുപോലെ തേൻ എന്ന് പറയുമ്പോൾ ഒരു 4 സ്പൂണോളം തേൻ അതിൽ ചേർക്കുക. ഇത് ഇത്രയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ചൂടാക്കുക. കുറച്ചേ ഉള്ളൂ, വറ്റിക്കൊന്നും വേണ്ട. 2 മിനിറ്റ് ചൂടാക്കുക. അത് എടുത്ത ശേഷം അതിലേക്ക് ഒന്ന് തണുത്ത ശേഷം ഒരു 6 കപ്പ് വെള്ളം കൂടുതൽ ചേർക്കുക. എന്നിട്ടത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ദിവസവും രാവിലെ വെറും വയറ്റിൽ. അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ അതിൽ അടങ്ങിയിട്ടുള്ളതാണ്. നാരങ്ങയുടെയൊക്കെ ഗുണങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നമ്മളെ അടിവയറ്റിലെ കൊഴുപ്പകറ്റാൻ. അപ്പോൾ ഇതിനകത്ത് തേൻ ചേർക്കണം. തേൻ നേരത്തെ പറഞ്ഞതൊക്കെ പിന്നെ ഒരു 3 സ്പൂണോളം കുറച്ച് കൂടുതലായിട്ട് തേൻ ചേർക്കുക. കർപ്പൂര തുളസിയില ഇടുക. അതുപോലെ നാരങ്ങ കട്ട് ചെയ്തിടുക. അല്ലാണ്ട് നാരങ്ങ പിഴിഞ്ഞൊന്നും ഒഴിക്കണ്ട. നമ്മൾ അതിന് ശേഷം ചൂടാക്കി, നേരത്തെ ഒന്നുകൂടെ പറഞ്ഞതാണ്, ചൂടാക്കിയ ശേഷം നമ്മൾ പിന്നെ തണുത്ത ശേഷം ഒരു 6 കപ്പ് വെള്ളം ചേർത്ത്, ഒരു കുറച്ച് കൂടുതലാണ്, 6 കപ്പ് വെള്ളം ചേർത്ത ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടെ ഇട്ട് ഒരു അര ഗ്ലാസ്, ഇത് നല്ല പാനീയമാണ്, അര ഗ്ലാസ് നമ്മൾ എടുത്തിട്ട് ഐസ് ക്യൂബും ഇട്ട് ഒന്ന് തണുപ്പിച്ച ശേഷം അത് വെറും വയറ്റിൽ കഴിക്കുക. തടിയും കുടവയറും മാറാൻ നല്ല ഒരു പാനീയമാണ് അത്. പിന്നെ നമ്മൾ കണ്ടിന്യൂ നമ്മൾ ഒരു കുറച്ച് ദിവസം കൂടുതൽ, നമ്മളിപ്പോൾ ഒരു 4-5 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കാണാം. കൃത്യമായി പറയുന്നത് പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും ഫലം കാണും. അത് നമ്മുടെ അത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, ഉച്ച ഊണ് ഫ്രൂട്ട് സലാഡ്, പിന്നെ മുട്ട കഴിക്കാം. ഫ്രൂട്ട് സലാഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഭക്ഷണ ക്രമീകരണം ശരിക്കും വരുത്തുക ഇത് കഴിക്കുന്നതോടൊപ്പം. അല്ലാതെ നമ്മൾ പിന്നെ ഇത് കഴിച്ചിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ച് വയറ് വീർപ്പിക്കാൻ നിൽക്കാതെ ഭക്ഷണ ക്രമീകരണം നന്നായിട്ട് ചെയ്യുന്ന ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊരു 7 ദിവസം നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും കുടവയറ് കുറയും, ഒരു തർക്കവും വേണ്ട. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.